പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്ര മനോഹരമായൊരു ദിവസം നൽകി അനുഗ്രഹിച്ചതിന് ഈശോയ്ക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം. ഇന്ന് മാർച്ച് 19 നമ്മൾ തിരുക്കുടുംബത്തിൻ്റെ തലവനായ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാള് സാഘോഷം കൊണ്ടാടുകയാണ്. എല്ലാ യൗസേപ്പ് നാമധാരികൾക്കും എല്ലാവർക്കും, അച്ഛനെ വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ഇന്ന് ഈശോയുടെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേപ്പ് പിതാവിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന ഒരു പുണ്യം നമുക്കൊന്ന് ധ്യാനിക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവിൽ ഒത്തിരി പുണ്യമുണ്ട്, പക്ഷെ ഒരു ചെറിയൊരു പുണ്യം നമുക്കൊന്ന് ധ്യാനിക്കാം. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു പുണ്യം അത്. അതായത് വിശുദ്ധ യൗസേപ്പ് പിതാവ് ദൈവത്തോട് സംസാരിക്കുന്നവനായിരുന്നു. സുവിശേഷങ്ങളിൽ വിശുദ്ധ യൗസേപ്പ് പിതാവ് നിശബ്ദനാ. ഈശോയുടെയും മാതാവിൻ്റെ ഒക്കെ പിന്നിൽ വളരെ നിശബ്ദ സാന്നിധ്യമായിട്ട് വളരെയധികം എന്നാൽ പ്രയത്നനിരതനായിട്ട് നിന്ന ഒരാളാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. മനുഷ്യരോടല്ല, മറിച്ച് ദൈവത്തോട് സംസാരിച്ചവനായിരുന്നു വിശുദ്ധ യൗസേപ്പ് പിതാവ്. നമുക്കറിയാം, മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് പറയുന്നുണ്ട്, മറിയത്തെ നീ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, പരിശുദ്ധാത്മാവിനാലാണ് അവൾ ഗർഭിണിയായിരിക്കുന്നത്, അവൾക്കൊരു പുത്രൻ ജനിക്കും, അവന് എമ്മാനുവൽ എന്ന് പേരിടണമെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ദൈവത്തോട് സംസാരിക്കുക, ദൈവദൂതനോട് സംസാരിക്കുക, മനുഷ്യരോടല്ല, ദൈവത്തോട്, സ്വർഗത്തോട്. പിന്നീട് ഹെറോദേസ് രാജാവ് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാൻ ഉദ്യമിക്കുമ്പോൾ വീണ്ടും ദൈവദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇപ്പോൾ ദൂതന്റെ സംസാരം ശ്രവിക്കുന്നുണ്ട്, ദർശനം ശ്രവിക്കുന്നുണ്ട്. അതാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ് ദൈവത്തോട് സംസാരിക്കുന്നവനാ. നമുക്കും ദൈവത്തോട് സംസാരിക്കുന്നവരായിട്ട് മാറാട്ടോ. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഏറ്റവും ശക്തമായിട്ട് വേണമെന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവ് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടല്ലേ പ്രാർത്ഥനയുടെ മനുഷ്യനായതുകൊണ്ടാ പരിശുദ്ധ മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാനും നീതിമാനായിട്ട് ജീവിക്കാനും ഈശോയ്ക്കൊരു മാതൃകയാകാനും സ്വപ്നങ്ങളൊക്കെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാനൊക്കെ യൗസേപ്പ് പിതാവിന് സാധിച്ചത്. അതുകൊണ്ട് യൗസേപ്പ് പിതാവിനെ പോലെ ദൈവത്തോട് സംസാരിക്കുന്നവരായിട്ട് പ്രാർത്ഥനയുടെ മനുഷ്യരായി മാറാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, വിശുദ്ധ യൗസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.